എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് കന്യാകുമാരി യാത്രയിൽ എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഒരു 5:30 കൂടിയിട്ടാണ് കന്യാകുമാരിയിലേക്ക് എത്തിച്ചേർന്നത്. കന്യാകുമാരി മെയിൻ ജംഗ്ഷൻ അടുത്ത് തന്നെയുള്ളൊരു ഹോട്ടലിലാണ് റൂം ബുക്ക് ചെയ്തിരുന്നത്. 2 റൂമാണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. റൂം അത്യാവശ്യം നല്ല റൂം തന്നെയായിരുന്നു. എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു. ലിഫ്റ്റ് സൗകര്യം ഉണ്ടായിരുന്നു, AC, TV അങ്ങനെയുള്ള പ്രധാനപ്പെട്ട അമ്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ റൂമിൽ നിന്ന് തന്നെ നമുക്ക് വിവേകാനന്ദപ്പാറയും തിരുവള്ളൂർ സ്റ്റാച്ചുവും കാണാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. പിന്നെ റൂമിൽ നിന്ന് ഇറങ്ങി ബാൽക്കണിയിൽ നിന്നാലും ഈ കാഴ്ചകളൊക്കെ ഭംഗിയായിട്ട് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല വൃത്തിയുള്ള റൂം തന്നെയായിരുന്നു. അപ്പോൾ റൂമിൽ വന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം സൺസെറ്റ് കാണാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓൾറെഡി 5:30 കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഫ്രഷ് ആയതിനു ശേഷം നേരെ സൺസെറ്റ് കാണാനായിട്ട് ഒരു 2.5-3 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് സൺസെറ്റ് പോയിന്റിലേക്ക് എത്തിച്ചേരാനായിട്ട്. ഗാന്ധി മണ്ഡപം ഭാഗത്ത് നിന്ന് ബഗ്ഗി സർവീസ് ഉണ്ട്. അതിലും വേണമെങ്കിൽ നമുക്ക് കയറി ഇങ്ങോട്ട് വരാം. നമ്മൾ സ്വന്തം കാറിലാണ് ഇവിടെ വന്നത്. നമ്മൾ കടലിൻ്റെ അടുത്തേക്ക് പോയില്ല, മുകളിൽ പാർക്ക് ചെയ്തിട്ട് നടന്നിട്ടാണ് സൺസെറ്റ് കാണാൻ പോയത്. നല്ല കാറ്റുണ്ട്. അത്യാവശ്യം വെക്കേഷൻ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. ചെറിയ ചെറിയ ഫുഡ് സ്റ്റാൾസും കുതിര സവാരിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായിരുന്നു. ചെറിയൊരു മേഘത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, എന്നാലും മനോഹരമായിരുന്നു സൺസെറ്റ്. നല്ല ഒരു കാറ്റും ഈ സമയത്ത് ഇവിടെ വീശുന്നുണ്ടായിരുന്നു. അപ്പോൾ സൺസെറ്റ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ കടകളുടെ ഒരു സ്ട്രീറ്റ് തന്നെയുണ്ട് കന്യാകുമാരിയിൽ. അവിടെ ഭക്ഷണത്തിൻ്റെയും ഡ്രസ്സിൻ്റെയും പിന്നെ കുട്ടികളുടെ ടോയ്സ് അങ്ങനെ മറ്റ് പല കാര്യങ്ങളും വിലപേശി മേടിക്കാൻ പറ്റുന്ന ഒരു സ്ട്രീറ്റ് ഉണ്ട്. അപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ചൂടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ആ സ്ട്രീറ്റിൽ കുറച്ച് നേരം കറങ്ങി അതിനുശേഷം ഒരു 6:45 കഴിയുമ്പോഴേക്കും വിവേകാനന്ദപ്പാറയിൽ ലൈറ്റ് ഇടും എന്നറിഞ്ഞപ്പോൾ ആ ലൈറ്റിംഗ് ഒന്ന് കാണാമെന്ന് വിചാരിച്ച് നമ്മൾ ത്രിവേണി സംഗമം ഭാഗത്തേക്കാണ് പോയത്. ത്രിവേണി സംഗമത്തിൻ്റെ ഭാഗത്തും അത്യാവശ്യം കടകളെല്ലാം ഉണ്ട്, അവിടെയും തിരക്കുണ്ടായിരുന്നു. ഈ ഭാഗത്താണ് ഒരു സുനാമി മെമ്മോറിയൽ ഒരു പാർക്ക് പോലെ പണിയെടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിമനോഹരമാണ് വിവേകാനന്ദപ്പാറ കാണാനായിട്ട്. അവിടെ ഇരിക്കാനായിട്ടുള്ള സൗകര്യവും അവരൊരുക്കിയിട്ടുണ്ട്. അപ്പം നമ്മളവിടെ ഈ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഇന്ന് നേരത്തെ റൂമിലേക്ക് പോയി റെസ്റ്റ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നേരത്തെ ഒരു ഹോട്ടലിൽ കയറി, നമ്മൾ വലിയ കുഴപ്പമില്ലാത്തൊരു ഹോട്ടലായിരുന്നു. അവിടെ കയറി ഭക്ഷണം കഴിച്ചതിന് ശേഷം നേരെ റൂമിലേക്ക് പോയി നേരത്തെ തന്നെ കിടന്നുറങ്ങി. കാരണം ഒരു 6 മണിയോടുകൂടി തന്നെ നമ്മൾ ഹോട്ടലിൻ്റെ ടെറസിലെത്തി. സൂര്യൻ ഉദിച്ച് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതിമനോഹരമാണ് ഇവിടെ നിന്ന് ഉള്ള കാഴ്ചകൾ. കന്യാകുമാരിയുടെ കടലിൻ്റെ തീരത്തുള്ള കാഴ്ചകൾ ഈ ഹോട്ടലിൻ്റെ മുകളിൽ നിന്ന് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ്. പ്രത്യേകിച്ച് ഗാന്ധി മണ്ഡപം, പിന്നെ ത്രിവേണി സംഗമം, വിവേകാനന്ദപ്പാറ, തിരുവള്ളൂർ സ്റ്റാച്ചു, പിന്നെ 3 കടലുകൾ, ഇന്ത്യൻ മഹാസമുദ്രം, അറബിക്കടൽ, ബംഗാൾ ഉൾക്കടൽ, ഇത് സംഗമിക്കുന്ന ഭാഗങ്ങളെല്ലാം ഭംഗിയായിട്ട് തന്നെ എൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും. അങ്ങനെ കുറച്ച് നേരം നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ സൺറൈസ് നമുക്ക് കാണാനായിട്ട് സൺറൈസ് പോയിന്റ് ഉണ്ട്. അവിടെ വേണമെങ്കിൽ പോയിട്ട് കാണാം. അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം, ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടാകും. അതല്ലാന്നുണ്ടെങ്കിൽ തൊട്ടടുത്തൊരു കടൽ പാലം കുറച്ചൊരു ഏരിയ ഉണ്ട്, അവിടെ വേണമെങ്കിലും പോയിട്ട് നമ്മൾ സൺറൈസ് കാണാം. അങ്ങനെ ഒരു 6:20 കഴിഞ്ഞപ്പോഴേക്കും പതുക്കെ സൂര്യൻ ഉദിച്ചു തുടങ്ങി. അതിമനോഹരമായിട്ടൊരു കാഴ്ചയാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു സ്ഥലത്ത് കന്യാകുമാരിയിൽ വന്നിട്ട് ഈ സൺറൈസ് കണ്ടിരിക്കേണ്ടതാണ്. അത്ര മനോഹരമായിട്ടൊരു കാഴ്ചയാണെന്നാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് ഈ 3 കടലുകൾ കൂടിച്ചേരുന്ന സ്ഥലത്ത് ഇങ്ങനെയൊരു ഭംഗിയുള്ളൊരു സൺറൈസ് കാണുക എന്ന് പറയുന്നത് അതൊരു വല്ലാത്ത, ഒരിക്കലും മറക്കാനാവാത്ത ഒരു എക്സ്പീരിയൻസുകളിലൊന്നായിട്ട് മാറാവുന്നൊരു കാര്യം തന്നെയാണ്. അപ്പം നമ്മൾ കുറച്ച് നേരം സൺറൈസ് എല്ലാം കണ്ടതിന് ശേഷം പിന്നെ കന്യാകുമാരി ദേവി ക്ഷേത്രത്തിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തത്. അരുൾമികു ഭഗവതി ടെമ്പിൾ എന്നാണ് അമ്പലത്തിൻ്റെ പേര്. ഹോട്ടലിൽ നിന്ന് നടക്കാനുള്ള ദൂരം ഉള്ളെങ്കിലും നമ്മൾ കാറെടുത്ത് പേ ആൻഡ് പാർക്ക് ഏരിയയിൽ പാർക്ക് ചെയ്തിട്ട് ബാക്കി കാഴ്ചകൾ കാണാമെന്നാണ് വിചാരിച്ചത്. വിവേകാനന്ദപ്പാറയിൽ പോകാനായിട്ടുള്ള ടിക്കറ്റ് നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാവുന്നതാണ്. അത് നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. 100 രൂപയുടെ ടിക്കറ്റ് നമുക്ക് ബുക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ മണിക്കൂറുകളോളം അവിടെ ക്യൂ നിൽക്കേണ്ടി വരും. അതല്ലെങ്കിൽ 300 രൂപയുടെ സ്പെഷ്യൽ ടിക്കറ്റ് എടുത്ത് വേണം കയറാനായിട്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഞങ്ങൾ 8:30യുടെ ടിക്കറ്റാണ് ബുക്ക് ചെയ്തിരുന്നത്. 8 മണിക്ക് ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും. എന്നാലും വൈകിയെങ്കിലോ എന്ന് ആലോചിച്ചിട്ട് ഞങ്ങൾ 8:30യുടെ ടിക്കറ്റാണ് ബുക്ക് ചെയ്തിരുന്നത്. അങ്ങനെ നമ്മൾ അതിനു മുമ്പ് അരുൾമികു ഭഗവതി
ടെമ്പിളിൽ പോയി ദർശനം നടത്തി. ഒരു 30 മിനിറ്റ് അവിടെ നിൽക്കേണ്ടി വന്നു, ചെറിയൊരു ക്യൂ ഉണ്ടായിരുന്നു. അതിനുശേഷം നേരെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമ്മൾ വിവേകാനന്ദപ്പാറയിൽ പോകാനായിട്ടുള്ള ഫെറിയുടെ അടുത്തെത്തും. നമ്മുടെ കയ്യിൽ ഓൺലൈൻ ടിക്കറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കുഴപ്പമില്ലാതെ നേരെ അകത്തേക്ക് കിടക്കാൻ പറ്റി. 8:30 തന്നെ നമുക്ക് ബോട്ടിലേക്ക് കയറാൻ പറ്റി. ബോട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് അവിടെ ലൈഫ് ജാക്കറ്റ് ഇടണം. അത് എടുക്കാനായിട്ട് ഇടികൂടേണ്ടി വരും, കാരണം പഴയതും പുതിയതുമായിട്ടുള്ള ജാക്കറ്റ് ഉണ്ട്. അപ്പം നമുക്ക് പുതിയ ജാക്കറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ പോയി അത് സെലക്ട് ചെയ്യണം. നമ്മളൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ബോട്ട് വിവേകാനന്ദപ്പാറയിലേക്ക് എത്തിച്ചേരും. ഇപ്പോൾ വിവേകാനന്ദപ്പാറയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു 30 രൂപയുടെ വേറൊരു ടിക്കറ്റ് എടുക്കണം. അതുകൂടാതെ ചെരുപ്പ് അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല. അപ്പോൾ ചെരുപ്പിടാനായിട്ട് അത് ഫ്രീ ആണ്, ചെരുപ്പിടാനുള്ള കൗണ്ടർ ഫ്രീ ആണ്. വിവേകാനന്ദപ്പാറ എന്ന ഈ പാറയുടെ മുകളിൽ വിവേകാനന്ദ സ്വാമിയുടെ മണ്ഡപമാണുള്ളത്. ഇതിനകത്തേക്ക് വീഡിയോഗ്രാഫി പ്രവേശിക്കില്ല. 1892 ഡിസംബർ 23 തൊട്ട് 25 വരെ സ്വാമി ഇവിടെ ധ്യാനിച്ചിരുന്നാണ് വിശ്വസിക്കുന്നത്. പ്രധാനമായിട്ട് വിവേകാനന്ദൻ്റെ പ്രതിമയും ധ്യാന മണ്ഡപവും ഉൾക്കൊള്ളുന്ന ഒരു കെട്ടിടം, അതുകൂടാതെ പിന്നെ കന്യാകുമാരി ദേവിയുടെ പാദമുദ്ര പതിഞ്ഞ ശ്രീപാദ മണ്ഡപമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആകർഷണങ്ങൾ. നമുക്ക് അവിടെ നിന്ന് ഈ സമയത്തായതുകൊണ്ട് നല്ല കാഴ്ചകൾ കാണാം. പിന്നെ തിരുവള്ളൂർ സ്റ്റാച്യൂലേക്ക് പോകാനായിട്ട് ആണ് അവിടെ ഗ്ലാസ് ബ്രിഡ്ജ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ എന്തോ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ട്. എന്നാലും അതും ഒരു മറക്കാനാവാത്തൊരു എക്സ്പീരിയൻസിന് തന്നെയാണത്. 10 മീറ്റർ വീതിയും 77 മീറ്റർ നീളമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജാണെന്നാണ് പറയപ്പെടുന്നത്. തിരുവള്ളൂർ സ്റ്റാച്യുവിൻ്റെ മുകളിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ കുറച്ച് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകണം. അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് ഈ പ്രതിമയുടെ ഒരു സൈസ് നമുക്ക് മനസ്സിലാവുന്നത്. അകലെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഇത്രയും പ്രതീക്ഷിക്കില്ല. 133 അടിയാണ് ഈ പ്രതിമയ്ക്ക് ഉള്ളത്. അപ്പോൾ തിരുക്കുറളിൻ്റെ 133 അധ്യായങ്ങളെയാണിത് സൂചിപ്പിക്കുന്നത്. 2000-ത്തിലാണിത് പ്രതിഷ്ഠിച്ചതെന്നാണ്, സ്റ്റാച്യു ഓഫ് വിസ്ഡം എന്നാണിത് പറയുന്നത്. ഇതിൻ്റെ മുകളിൽ ഈ സ്റ്റാച്യുവിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കന്യാകുമാരി തീരപ്രദേശങ്ങളും വിവേകാനന്ദപ്പാറയും ഗ്ലാസ് ബ്രിഡ്ജും ഇതെല്ലാം അതിമനോഹരമായിട്ട് കാണാം. ഇവിടെ നിന്ന് നല്ല നല്ല ഫോട്ടോസ് എടുക്കാനും പറ്റും. ഈ സമയമായതുകൊണ്ട് തന്നെ എല്ലാവരും ഈ 8 മണി 8:30 സമയത്ത് പോകാനായിട്ട് ശ്രമിക്കുക. കാരണം ഈ സമയത്ത് ചൂട് കുറവായിരിക്കും, നല്ല ലൈറ്റായിരിക്കും അവിടെ ഉള്ളത്. അപ്പം നമ്മളവിടെ നിന്ന് കുറേ ഫോട്ടോസ് എല്ലാം എടുത്ത് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് പോയി. അധികം ബുദ്ധിമുട്ടില്ലാതെ തന്നെ ബോട്ട് കിട്ടി. തിരിച്ചു വരുമ്പോൾ നമുക്ക് ആ വിവേകാനന്ദപ്പാറയും തിരുവള്ളൂർ സ്റ്റാച്യു ഒക്കെ ഇങ്ങനെ കാണാനുണ്ടായിരുന്നു. നമ്മൾ തിരിച്ചു വന്നപ്പോഴേക്കും അത്യാവശ്യം ചൂടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത് കണ്ട ഒരു AC റെസ്റ്റോറൻറ്റിൽ തന്നെ കയറി. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ ഭക്ഷണം അത്ര ക്വാളിറ്റി ഉണ്ടായിരുന്നു എന്ന് വെച്ചില്ല, വലിപ്പം കുറവായിരുന്നു. പിന്നെ ചായയും കാപ്പിയൊക്കെ കൊണ്ടുവന്ന പാത്രവും ഒരു വൃത്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. നല്ല കത്തി റേറ്റും ആയിരുന്നു. അപ്പം അതിനുശേഷം നമ്മൾ നേരെ ത്രിവേണി സംഗമം ഭാഗത്തേക്കാണ് പോയത്. അപ്പോൾ അവിടെ ഹിന്ദു വിശ്വാസപ്രകാരം ഇവിടെ ബലി ഇടുന്നതും പിന്നെ ഇവിടെ കുളിക്കുന്നതൊക്കെ പുണ്യമാണെന്ന് പറയപ്പെടുന്നു. കുറേ ആളുകൾ ഇപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ അവിടെ കുളിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഈ സമയത്തും നല്ല ഭംഗിയാണ് വിവേകാനന്ദപ്പാറയും തിരുവള്ളൂർ സ്റ്റാച്യു കാണാനും. പിന്നെ അടുത്ത് തന്നെ കടകളുണ്ട്, അവിടെ വേണമെങ്കിൽ നമുക്ക് വിലപേശി പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിന് തൊട്ടടുത്താണ് ഗാന്ധി മണ്ഡപമുണ്ട്. പിന്നെ ഒരു ചെറിയൊരു മ്യൂസിയം ഉണ്ട്. സ്റ്റോൺ ആർട്ട് വർക്കും സ്റ്റഫ്ഡ് അനിമൽസും നാണയമൊക്കെ ഉള്ളൊരു ചെറിയ മ്യൂസിയം ഉണ്ട്. പക്ഷേ ആ മ്യൂസിയത്തിലേക്ക് വീഡിയോഗ്രാഫി അനുവദിക്കുന്നതല്ല. പിന്നെ ഗാന്ധി മണ്ഡപത്തിലേക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ചെരുപ്പ് സൂക്ഷിക്കാനായിട്ട് നമ്മൾ ഒരു ചെറിയ എമൗണ്ട് കൊടുക്കണം, കാരണം അകത്തേക്ക് ചെരുപ്പ് പ്രവേശിപ്പിക്കില്ല. ഈ മണ്ഡപത്തിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഉയരം എന്ന് പറഞ്ഞാൽ 79 അടിയാണ്. അത് ഗാന്ധിജി കൊല്ലപ്പെടുന്ന സമയത്തുള്ള ഗാന്ധിജിയുടെ വയസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ മണ്ഡപത്തിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഒരു നല്ലൊരു തണവാണ് അനുഭവപ്പെടുന്നത്, നല്ലൊരു കൂളിംഗ് എഫക്റ്റാണ്. ഇവിടെ പ്രധാനമായിട്ടും ഗാന്ധിജിയുടെ ചിതാഭസ്മം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഉള്ളത്. പല സ്ഥലങ്ങളിലും സൂക്ഷിച്ചു വെച്ചതിൽ കന്യാകുമാരി ഭാഗത്ത് ഇവിടെയാണ് സൂക്ഷിച്ചു വെച്ചിരുന്നത്. അതിൻ്റെ ഓർമ്മയ്ക്കാണ് ഈ മണ്ഡപം പണി കഴിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ഗാന്ധിജിയുടെ കുറേ ഫോട്ടോസും കുറച്ച് ബുക്സും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതാണ് ആ മ്യൂസിയം, ഞാൻ നേരത്തെ പറഞ്ഞ മ്യൂസിയം. ഇപ്പം നമ്മൾ തിരിച്ചു വന്ന് റൂം വെക്കേറ്റ് ചെയ്ത് തിരിച്ചു പോവാണ്. ഇതിനടുത്ത് പിന്നെ വാക്സ് മ്യൂസിയം ഉണ്ട്, പിന്നെ സുചീന്ദ്ര ടെമ്പിൾ ഉണ്ട്, വട്ടക്കോട്ടെ ഫോർട്ട് എല്ലാം ഉണ്ട്. അതെല്ലാം ഒരു 10-13 അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് ട്രാവൽ ചെയ്താലേ ഇതെല്ലാം കാണാൻ പറ്റുള്ളൂ. നമ്മൾ ഫാമിലി ആയിട്ട് വന്നുകൊണ്ട് തന്നെ നമ്മളൊരു ബിസി ഷെഡ്യൂൾ പ്ലാൻ ചെയ്തില്ല. അത്യാവശ്യം ഈ കാര്യങ്ങളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് പോവുകയാണ്.
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക്